ഈ ചോദ്യം ഇനി തെറ്റിക്കരുത്. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. നോക്കിക്കോ, ഒരു ക്ലോക്കിലെ 1, 4, 8 ചേർന്ന് ഒരു ത്രികോണം നിർമ്മിച്ചാൽ ത്രികോണത്തിൻ്റെ 3 കോണുകൾ എത്രയെന്നാണ് ചോദിച്ചത്. അപ്പം 10ാം ക്ലാസ്സിലെ മാത്സിൽ പഠിക്കാനുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. നോക്കിക്കോ, നമ്മുടെ കയ്യിലൊരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിൻ്റെ ഏതെങ്കിലും 2 ബിന്ദുക്കളില്ലേ, ആ ബിന്ദുക്കൾക്ക് ഇടയിലുള്ളത് ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഭാഗത്തിനെയാണ് നമ്മളതിൻ്റെ ചാപം എന്ന് പറയാം. എന്താ പറയുക? ചാപം. ഈ ചാപം ചാപത്തിൻ്റെ 2 അറ്റത്തുനിന്ന് കേന്ദ്രത്തിലേക്ക് 2 ആരങ്ങൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോണുണ്ടായിരിക്കും. ഈ കോൺ തൽക്കാലം ഞാനൊരു എക്സ് ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എക്സ് ഡിഗ്രിയാണ്. ഇവനെ നമ്മൾ വിളിക്കുന്ന പേര് കേന്ദ്രകോൺ എന്നാണ്. എന്താ വിളിക്കുക? കേന്ദ്രകോൺ. ഇനി ഇതേ ബിന്ദുക്കളിൽ നിന്ന് മറുചാപം എന്ന് പറയും. എന്താ ഈ മറുചാപം എന്ന് പറഞ്ഞാൽ? ഇതൊരു ചാപല്ലേ, ഇതൊരു ചാപമാണ്, ഇത് അടുത്തൊരു ചാപമാണ്. അപ്പം വേറൊരു ചാപം, ഓൾട്ടർനേറ്റ് ആർക്ക്. മറുചാപത്തിലേക്ക് ഒരു കോൺ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ കോണുണ്ടല്ലോ, ഇത് നമ്മളെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. താഴെയുള്ളത് എക്സ് ആണെങ്കിൽ ഇവിടെ x/2, താഴെ 100 ആണെങ്കിൽ മേലുള്ളത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കിക്കോ. നമ്മൾ ഇവിടെ ക്ലോക്ക് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് അവരൊന്നും പറയാത്ത സ്ഥിതിക്ക്, ക്ലോക്ക് 12 മണിക്കൂറിൻ്റെ ക്ലോക്കാണെന്ന് വിചാരിക്കാം. ആ 12 മണിക്കൂറിൻ്റെ ക്ലോക്ക് ജസ്റ്റ് നമുക്കൊന്ന് വെറുതെ വരച്ച് നോക്കാം. ഇവിടെ 12 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു 6 ഉണ്ടായിരിക്കും, 3, 9. ബാക്കിയുള്ള ആളുകളെയും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നോക്കിക്കോളാം, നമ്മളെ ഏതൊക്കെ നമ്പേഴ്സിനെയാണ് ബന്ധിപ്പിക്കാൻ പറഞ്ഞത്? 1, 4, 8 ബന്ധിപ്പിക്കാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബന്ധിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി ഒരു ക്ലോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പം ക്ലോക്കിലെ അടുത്തടുത്ത ഈ മണിക്കൂറില്ലേ 12, 1, ഇവരുടെ ഇടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. ഏത് കോണ്? ദേ ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണ് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 12ഉം 2ഉം തമ്മിലോ 2, 30 ഉണ്ടാവും, 60 ഡിഗ്രി ആയിരിക്കും. 12ഉം 3ഉം തമ്മിലോ ഈ കോണളവ് അത് 30, 30, 30 കൂട്ടിയിട്ട് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ 1ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് നോക്കാം. ഏത് കോണ്? ഈ കേന്ദ്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എത്ര കോണളവ് ഉണ്ടാവുക? ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ടാവും, അടുത്ത 30 വന്നു, അടുത്ത 30 വന്നു, അപ്പോൾ ടോട്ടൽ 90 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലേ? 90. ആ 90ൻ്റെ നേർ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കോണം. 90ൻ്റെ പകുതി എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത്. നമ്മൾ എക്സാമിന് വരയ്ക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവരുടെ ഇടയിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ് കേന്ദ്രകോൺ. അതിൻ്റെ നേർ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണ് അടുത്ത് നിങ്ങൾ പറഞ്ഞത് 4 മുതൽ 8 വരെ എത്ര 30 ഉണ്ടെന്ന് നോക്കിയോ. 30, 60, 90, 120. 120 ഡിഗ്രി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആൾ, ഇയാളുടെ നേരെ ഓപ്പോസിറ്റ് എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. ആ കോണളവ് എത്രയായിരിക്കും? 120ൻ്റെ പകുതി. 120ൻ്റെ പകുതി എത്രയാണ്? 60 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ നോക്കാം, 8 മുതൽ നേരെ 1 വരെ 30, 60, 90, 120, 150. 150 ഡിഗ്രിയാണ് ടോട്ടലുള്ളത് അല്ലേ? അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ കോൺ എത്രയായിരിക്കും? 150ൻ്റെ പകുതി 75 ഡിഗ്രി. അപ്പോൾ ഈ 3 ആൾക്കാർ വരുന്ന ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ മതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.